സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിന്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീവച്ച് നശിപ്പിച്ചതിന്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ, കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം എന്നെ തോൽപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് എന്നെ തോൽപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നെ തോൽപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 102 സീറ്റിലും തോൽപ്പിച്ചു. ചങ്ങാതിമാരായ G. സുധാകരനും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ മാഷും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം CPM-നെ അടിമുടി ഉലച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അംഗീകരിക്കുവാനും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുവാനും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരായ പിണറായി വിജയനും MV ഗോവിന്ദനും നിയമസഭയ്ക്കകത്തും പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ പരമോന്നത പദവികൾ അലങ്കരിച്ചു മുന്നോട്ട് പോകുന്നതിനാൽ പ്രതിപക്ഷം എന്ന നിലയിൽ ശോഭിക്കുവാനും ഇടതുമുന്നണിക്കും CPM-നും സാധിക്കുന്നുമില്ല. ഈ അവസരം കൃത്യമായി മുതലെടുത്തുകൊണ്ട് UDF-ന്റെ നേതാക്കൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് CPM-നെയും കടന്നാക്രമിക്കുകയാണ്. ഇത്തരത്തിൽ UDF-ന്റെ ഈ രാഷ്ട്രീയ കടന്നാക്രമണത്തിന് മുമ്പിൽ ഒരു നിലയിലും പിടിച്ചു നിൽക്കുവാനോ തങ്ങളുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയോ പൊളിറ്റിക്കൽ ഗ്രൗണ്ടോ തിരിച്ചു പിടിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുവാനോ CPM-ന് സാധിക്കുന്നില്ല. പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും നേതൃത്വത്തിൽ CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ട് പോകണമെന്ന് UDF-ഉം കോൺഗ്രസും UDF-ലെ ഇതര ഘടകകക്ഷികളും ഒരുപോലെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ഇനി നിയമസഭാ സമ്മേളനങ്ങളിലേക്ക് വരികയാണെങ്കിൽ UDF MLA-മാരുടെ പ്രസംഗങ്ങളിലൊക്കെ തന്നെയും CPM-നെതിരെയുള്ള കടന്നാക്രമണമാണ് അവർ ഉൾക്കൊള്ളിക്കുന്നത്. രൂക്ഷമായ ഈ പരിഹാസങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രതിരോധം തീർക്കുന്നതിൽ പ്രതിപക്ഷ നിര, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര പരിപൂർണമായി പരാജയപ്പെട്ടു പോകുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും UDF-ലെ ചില നേതാക്കളുടെ പ്രസംഗം ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ അമ്പാടെ ശ്രദ്ധ പഠിച്ചു പറ്റിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. തഗ്ഗുകളുടെ തമ്പുരാനായി ഈ നിയമസഭയുടെ കാലത്ത് ആദ്യ 2 സമ്മേളനങ്ങളിൽ തന്നെ പേരെടുത്തിരിക്കുന്നത് കുന്നത്തുനാട് MLA ആയിട്ടുള്ള VP സജീന്ദ്രനാണ്. 2011-ലും 2016-ലും നിയമസഭയിൽ കുന്നത്തുനാടിനെ പ്രതിനിധീകരിച്ച സജീന്ദ്രൻ 2021-ൽ 2020 കൂടി മത്സരത്തെ രംഗത്തേക്ക് വന്നതോടുകൂടി ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകുകയായിരുന്നു. എന്നാൽ 2026-ൽ മധുര പ്രതികാരം വീട്ടി വർദ്ധിത വീര്യത്തോടുകൂടി നിയമസഭയിലേക്ക് തിരികെ എത്തിയ VP സജീന്ദ്രൻ തൻ്റെ കന്നി പ്രസംഗത്തിൽ തന്നെ കേരളത്തിൽ എമ്പാടും ശ്രദ്ധ നേടിയെടുത്തു എന്നതാണ് വസ്തുത. തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള വിവിധ മന്ത്രിമാർ തോറ്റതിനുള്ള കാരണങ്ങൾ പരിഹാസരൂപേണ സജീന്ദ്രൻ അവതരിപ്പിച്ച ആ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ഈ പ്രസംഗത്തിന് ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള തൻ്റെ 2ാം പ്രസംഗത്തിലും VP സജീന്ദ്രൻ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മരുമകനും ഇപ്പോൾ MLA-യും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും വെറുതെ വിട്ടില്ല എന്നതാണ് വസ്തുത. പിണറായിയും മകനുമാണ് CPM-നെയും ഇടതുമുന്നണിയെയും ദയനീയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതെന്ന് വളരെ സമർത്ഥമായിട്ടാണ് VP സജീന്ദ്രൻ എന്ന പരിണിതപ്രജ്ഞനായ നേതാവ് നിയമസഭയ്ക്കുള്ളിൽ തൻ്റെ പ്രസംഗത്തിലൂടെ സമർപ്പിച്ചെടുത്തത്. പിണറായിയുടെയും മരുമകൻ്റെയും അതുപോലെ തന്നെ
CPM-ൻ്റെയും ഈ പരാജയത്തിന്, കനത്ത പരാജയത്തിൻ്റെ കാരണക്കാരനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് MV നികേഷ് കുമാർ എന്ന ഇപ്പോഴത്തെ CPM-ൻ്റെ നേതാവും മുൻ മാധ്യമ പ്രവർത്തകനുമായ വ്യക്തിത്വത്തെയാണ്. നികേഷ് കുമാറിനെയും VP സജീന്ദ്രൻ തൻ്റെ പ്രസംഗത്തിൽ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. കോൺഗ്രസിന് സുനിൽ കനകേലുവാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊടുത്ത് ഈ വിജയത്തിലേക്ക് നയിച്ചത് എന്ന CPM-ൻ്റെ ക്യാപ്സ്യൂളുകളെ നിർവീര്യമാക്കുന്ന നിലയിലാണ് VP സജീന്ദ്രൻ്റെ പരിഹാസം എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സൈബർ പ്രൊഫൈലുകളും UDF-ൻ്റെ സൈബർ പ്രൊഫൈലുകളും ഈ പ്രസംഗം ഇതിനോടകം തന്നെ ഏറ്റുപിടിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനും UDF-നും കനകേലു ഉള്ളതുകൊണ്ട് CPM തങ്ങളുടെ PR പ്രചരണങ്ങൾക്ക് ഒരു കിണർ ഗോലുവിനെ നിയോഗിച്ചു എന്നാണ് സതീശൻ പറയുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ കിണറ്റിലിറങ്ങി പ്രചരണം നടത്തിയ നികേഷ് കുമാറിൻ്റെ നടപടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ കിണർ ഗോലു എന്ന് പരിഹസിച്ച് VP സജീന്ദ്രൻ ഈ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ MV നികേഷ് കുമാർ MV രാഘവൻ്റെ മകനായതുകൊണ്ട് തന്നെ MV രാഘവനോട് CPM-ഉം പിണറായിയും ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് മധുര പ്രതികാരം ചെയ്യുവാനുള്ള മികച്ച അവസരമായിട്ടാണ് തൻ്റെ PR ഉത്തരവാദിത്തങ്ങളെ നികേഷ് കുമാർ കണ്ടതെന്നും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് CPM-നും പ്രത്യേകിച്ച് പിണറായി വിജയനും മരുമകൻ്റെയും നേതൃത്വത്തിനും ഈ തിരിച്ചടിയേറ്റതെന്നും VP സജീന്ദ്രൻ വളരെ സമർത്ഥമായി തന്നെ തൻ്റെ പ്രസംഗത്തിലൂടെ വളരെ ലളിതമായ വാക്കുകളിലൂടെ സമർത്ഥിക്കുകയും ചെയ്തു. സജീന്ദ്രൻ്റെ പരിഹാസങ്ങൾക്ക് മുമ്പിൽ വാക്കുകൾ നഷ്ടപ്പെട്ട് നിയമസഭയ്ക്കുള്ളിൽ കുനിഞ്ഞിരിക്കുന്ന, തലതാഴ്ത്തി കുമ്പിട്ടിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള മകളുടെ രണ്ടാം ഭർത്താവുമായിട്ടുള്ള മുഹമ്മദ് റിയാസും ആരെയും പ്രത്യേകിച്ച് CPM അണികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നതിലും തർക്കമില്ല. VP സജീന്ദ്രൻ്റെ ഈ വൈറൽ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം, എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിന്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. സാർ, ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. സാർ, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഊർഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സാർ, ടിയാൻ നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു കടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ, കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. സാർ, കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സാർ, അതിൽ തിലകൻ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ബിജു മേനോൻ നടേശൻ മുതലാളിയുടെ മകൻ ഉത്തമനായിട്ട് അഭിനയിക്കുന്നു. മഞ്ജു വാര്യർ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രമാണ്. സിദ്ദിഖ് എന്ന് പറയുന്നയാൾ ഈ ഭദ്രയുടെ അച്ഛനായും അതേപോലെ തന്നെ ഗൗരി
ഭദ്രയുടെ അമ്മയായുമാണ് അഭിനയിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. സാർ, ആ സിനിമയ്ക്കകത്ത് ഈ എട്ടുവീട്ടിൽ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് മരണം സംഭവിച്ച, അതായത് കൊലപ്പെടുത്തിയ, ഈ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് അതിൻ്റെ പശ്ചാത്തലമെല്ലാം സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ നടേശൻ മുതലാളിയേക്കാളും അതിക്രൂരനാണ് മകനായ ഈ ഉത്തമൻ എന്ന് പറയുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അവര് ഉള്ള സമയത്ത് ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത കൊണ്ട് ഈ പറയുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന ചന്ദ്രപ്പന് ആ കുട്ടനാടൻ പാടശേഖരത്ത് വെച്ച് ജീവനോടുകൂടി ചേറിൽ പൊതിഞ്ഞ് മരണപ്പെടുന്ന ഒരു കഥയാണ്. ആ കുട്ടി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ ഇതെല്ലാം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗൗരി എന്ന് പറയുന്ന ഭദ്രയുടെ അമ്മ ഈ നടേശൻ മുതലാളിയുടെ ക്രൂരത സഹിക്കവയ്യാതെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭദ്ര തിരിച്ചു വരികയാണ്. ഭദ്ര തിരിച്ചു വന്ന് ഈ നടേശൻ മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരിയായി കയറിപ്പറ്റുകയാണ്. ജോലിക്കാരിയായി കയറിപ്പറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? ഈ നടേശൻ മുതലാളിയെ ഒരു വശത്തൂടെ അദ്ദേഹം ഇങ്ങനെ വശീകരിച്ചു, മറുവശത്ത് മകനെയും വശീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടുപേരെയും വശീകരിച്ച് ഒരു സ്ഥിതിയായപ്പോൾ ഈ രണ്ടുപേരോടും പറഞ്ഞു, പാടത്ത് കൊയ്ത്ത് തീരുന്ന അന്നത്തെ രാത്രി ഈ പാടത്ത് ഈ കളത്തറ വയലുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാനെ പോലുള്ള ആളുകൾക്കറിയാം. ഈ കളത്തറയിൽ രാത്രി 11 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മഞ്ജു വാര്യർ അവിടെ കാത്തിരുന്നു. ഈ ഭദ്ര എന്ന് പറയുന്ന മഞ്ജു വാര്യർ കാത്തിരുന്നു. തെക്ക് ഭാഗത്തുനിന്ന് തന്തയായ ഈ നടേശൻ മുതലാളിയും വടക്ക് ഭാഗത്തുനിന്ന് ആര് വരുന്നു? മകനായി ബിജു മേനോനും. രണ്ടുപേരും ഈ കളത്തറയിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവിടെ വലിയ സംഘർഷം നടക്കുന്നു. അച്ഛനും മകനും വീട്ടിലും ശത്രുതയിലായിരുന്നെങ്കിലും മഞ്ജു വാര്യരെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ യുദ്ധം അവിടെ നടക്കുക. നല്ല അടിപിടിയായി അവസാനം എന്ത് ചെയ്യുന്നു? ചെളിയിലേക്ക് മറയുന്നു. ചെളിയിൽ മറിഞ്ഞ് ഊണ്ടുകിടന്നപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം അവിടുത്തെ ഒരു വലിയ മടയുണ്ട്, വെള്ളം കെട്ടുന്നതിന് മട, അതിസാഹസികമായി കുത്തിപ്പൊട്ടിച്ച് ഈ വെള്ളം ഒഴുക്കി വിടുകയാണ്. ആ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോലെ ഈ വെള്ളം ഒഴുകി ഈ അപ്പൻ്റെയും മകൻ്റെയും പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഹോസ് സഹിതം വെള്ളത്തിൽ വീണ് ഷോക്കടിക്കുകയും ആ വെള്ളപ്പാച്ചിലിൽ ഇവർ രണ്ടുപേരും ഒലിച്ചു പോവുകയാണ് ചെയ്തത്. സാർ, ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാര്യം, ഈ PR മാനേജറുടെ ഈ സിനിമയിൽ അപ്പനും മകനുമാണ് ഒലിച്ചു പോയതെങ്കിൽ ഈ PR മാനേജറുടെ PR വർക്കിൽ അപ്പനും മരുമോനുമാണ് ഒലിച്ചു പോയത് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുകൂടാതെ ഇപ്പോൾ ഈ PR മാനേജർ പുതിയൊരു ഡയലോഗുമായി ഇറങ്ങിയിട്ടുണ്ട്. അത് MDയുടെ വടക്കം വീരഗാഥയിലെ ഒരു ഡയലോഗാണ്. അടുത്ത പ്രസംഗത്തിൽ ചിലപ്പോൾ കേൾക്കാം. ഞാനിപ്പോൾ ഇത് എഴുതി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കും. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം എന്നെ തോൽപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് എന്നെ തോൽപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നെ തോൽപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 102 സീറ്റിലും തോൽപ്പിച്ചു. ചങ്ങാതിമാരായ G. സുധാകരനും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ മാഷും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നുള്ള ഡയലോഗാണ് സാർ ഇനി ഇവിടെ പറയാനുള്ളത്.